ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒട്ടും ആക്റ്റീവ് അല്ലെന്നോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് അക്കൗണ്ട് സസ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലല്ല. യൂട്യൂബ് പോയാലും എൻ്റെ മെയിൻ അക്കൗണ്ട് പോയാലും എനിക്ക് സങ്കടമില്ല. പക്ഷേ എൻ്റെ ബിസിനസ് അക്കൗണ്ട് റൂഹിൻ്റെ അക്കൗണ്ടാണ് പോയത്. ആൻഡ് ഇപ്പം റൂഹ് എന്നുള്ള പേര് നമ്മൾ ട്രേഡ് മാർക്ക് സഹിതം മൊത്തത്തിൽ മാറ്റി നമ്മൾ റുഫയാക്കി. റുഫേലോ റൂ സ്റ്റാൻഡ്സ് ഫോർ റുക്സാന മൈ സിസ്റ്റർ ആൻഡ് ഫാസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫസ്മൻ ഒബ്വിയസ്ലി. സോ അതാണ് നമ്മളിപ്പോൾ അക്കൗണ്ട് ആക്കിയിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ തുടങ്ങിയ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ അക്കൗണ്ട് തുടങ്ങിയ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിച്ചിരിക്കും. സോ ഇൻസ്റ്റ അക്കൗണ്ട് പോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റ കുറച്ചും കൂടെ സെക്യൂർ ആക്കണം എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. കണ്ടിരിക്കുക. വെരി ഫ്യൂ കാര്യങ്ങൾ ചെയ്താൽ മതി അതിന്. ബാക്കിയുള്ളവരുടെ ഇൻസ്റ്റഗ്രാം പോകുന്ന പോലെ അല്ല എൻ്റെ ഇൻസ്റ്റ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ അക്കൗണ്ട് ഒന്ന് സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം റേഷ്യോയിൽ നമ്മുടെ അക്കൗണ്ട് തുരാന്ന് ഇൻസ്റ്റഗ്രാം അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അല്ല, ഇനി പോയിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ട് പോയിട്ടില്ല എങ്കിലും അവരും ഈ വീഡിയോ കാണുക. നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ സെക്യൂർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. പോകാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ മാഷാഅല്ലാ അൽഹംദുലില്ലാ, യു ആർ സേഫ് ഗൈസ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ 2 ഫാക്ടർ സെറ്റിങ്സിൽ പോയിട്ട്, ഇൻസ്റ്റയുടെ സെറ്റിങ്സിൽ പോയിട്ട് 2 ഫാക്ടർ ഓൺ ആക്കുക. അതായത് നിങ്ങളുടെ വാട്സപ്പിലോട്ട് കോഡ് വരുന്ന രീതിയിൽ ആക്കുക. ആൻഡ് ഓൾസോ സെൽഫി വെരിഫിക്കേഷൻ സെറ്റിങ്സിൽ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് പ്രീവിയസ് ഹിസ്റ്ററി അനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ട്സ് ഏതെങ്കിലും ഈ സെയിം ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് ഡിസേബിൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ആ സെയിം മെയിൽ ID ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ, ലൈക്ക് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം അതാണെങ്കിൽ, പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്നു. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നു. കാരണം ഞാനൊരു 20 അക്കൗണ്ട് ഈ ഒരാഴ്ച കൊണ്ട് തുടങ്ങി. ആ 20 അക്കൗണ്ട് പോയി. അതിലോട്ട് ഞാൻ കിടക്കാം. സോ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ട് ഡിസേബിൾ ആയിട്ട് പോയിട്ടുണ്ട്, അല്ല നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങൾ പാഴാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത് നിർത്തുക. ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയാൽ നമ്മുടെ ഒരു ഡിവൈസിൽ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ് വരുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അങ്ങനത്തെ അക്കൗണ്ട്സ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ അക്കൗണ്ട് മൾട്ടിപ്പിൾ ലോഗിൻ ആക്ടിവിറ്റി വരാണ്ടിരിക്കുക. അതായത് പല ഡിവൈസിൽ ലോഗിൻ ചെയ്ത് വെക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഡിവൈസിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. 2 ഫാക്ടർ ഓൺ ആക്കുക. സെൽഫി വെരിഫിക്കേഷൻ ചെയ്യുക. ആൻഡ് മുന്നേ നിങ്ങളുടെ ഏതെങ്കിലും അക്കൗണ്ട് ഡിസേബിൾഡ് ആയിട്ടുണ്ടെങ്കിൽ മെയിൽ ID ഫോൺ നമ്പർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ചേഞ്ച് ചെയ്യുക. ആൻഡ് യെസ്, യു ആർ ഡൺ. കുറച്ചും കൂടെ സെക്യൂർ ആവണം നിങ്ങളുടെ അക്കൗണ്ട് പോയതെങ്കിൽ നിങ്ങൾ മെറ്റാ വെരിഫിക്കേഷൻ എടുക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെറ്റാ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടായിരുന്നു. ഇപ്പം മെറ്റാ വെരിഫിക്കേഷൻ വഴി കൂടെ പോകുന്ന പട്ടിക്ക് വരെ കിട്ടുന്ന പോലെയാണ് ഇൻസ്റ്റഗ്രാം ഇട്ട് കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ മെറ്റാ വെരിഫിക്കേഷൻ കിട്ടും. സോ അങ്ങനെ നിങ്ങൾ മെറ്റാ വെരിഫിക്കേഷൻ എടുത്താൽ ഡൺ, പെർഫെക്റ്റ്, നിങ്ങളുടെ അക്കൗണ്ട് പോകത്തില്ല. ഇനി പോയിട്ടുണ്ട്, സസ്പെൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സെക്കൻഡറി അക്കൗണ്ട് വേറെ ആരുടെയും നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ തുടങ്ങരുത്. വേറെ ആരുടെയും ഫോണിലുള്ള അക്കൗണ്ട് മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഏജൻറ്റ് വഴി ഡയറക്റ്റ് ചാറ്റ് ചെയ്ത് അപ്പീൽ കൊടുക്കുക. ആദ്യം തന്നെ വെപ്രാളപ്പെട്ട് അപ്പീൽ കൊടുത്ത് ഇപ്പം ശരിയാകുമെന്ന് പറഞ്ഞ് കുറേ വട്ടം ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ അപ്പീൽ കൊടുത്ത് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്താൽ ആ പ്രോസസ്സ് കുറച്ചും കൂടെ സമയം കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് പോയെന്നും പറഞ്ഞ് ചാറ്റ് ചെയ്ത് അവർ നിങ്ങളെ കോൾ ചെയ്യും. എന്നെ അങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കുക. അക്കൗണ്ട് എപ്പോഴാണ് പോയ, അക്കൗണ്ടിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും ഇത് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ കുറച്ചും കൂടെ മാനുവലി പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും സസ്പെൻഡ് ആയെങ്കിൽ. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി, നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫസ്റ്റത്തെ അക്കൗണ്ട്, അതായത് എൻ്റെ റൂഹിൻ്റെ 8,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഡിസേബിളായി പോയപ്പോൾ, നമ്മൾ ഒരു അക്കൗണ്ട് ഡിസേബിൾ ആകുമ്പോൾ അതിൽ തന്നെ എൻ്റെ വേറെ 3 ബിസിനസ് അക്കൗണ്ട്സ് ഞാൻ ലോഗിൻ ചെയ്തിട്ടായിരുന്നു. ആ 3 അക്കൗണ്ട്സും പോയി. ബിക്കോസ് ഫസ്റ്റത്തെ അക്കൗണ്ട് ഡിസേബിൾ ആയതുകൊണ്ട്. ഫസ്റ്റത്തെ അക്കൗണ്ട് ഡിസേബിൾ ആയപ്പോൾ ഞാൻ സസ്പെൻഡ് ആയപ്പോൾ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയില്ല അക്കൗണ്ട്. ബിക്കോസ് ഞാൻ മെറ്റാ വെരിഫൈഡ് വെച്ച് സംസാരിച്ചുമില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് അപ്പീൽ കൊടുത്ത് അവിടെ ഇട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും ലോഗിൻ ചെയ്ത് അങ്ങനെ ആ അക്കൗണ്ട് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. വെരി ലക്കി ആയ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും എനിക്ക് ഈ ബിസിനസ് നമുക്ക് ചെയ്യണമല്ലോ, ചെയ്യാണ്ട് വേറെ വഴിയില്ല. ബിക്കോസ് അത്രയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ മൊത്തം സ്റ്റോക്ക് ഇരിക്കുന്ന ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വരെ എനിക്ക് കൺഫ്യൂഷൻ ആയി. ബിക്കോസ് ഇൻസ്റ്റ വഴിയാണ് ഓർഡേഴ്സ് മൊത്തം എടുത്തേക്കുന്നത്. പിന്നെ ചിലർ എൻ്റെ പേഴ്സണൽ മെയിൻ അക്കൗണ്ടിൽ വന്നിട്ട് എന്നെ എന്തിനാ ബ്ലോക്ക് ചെയ്ത്, എൻ്റെ ഇതെവിടെ, റീഫണ്ട് താ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പെട്ടെന്ന് നോക്കുമ്പോൾ അക്കൗണ്ട് കാണുന്നില്ല, അവരെ പറ്റിച്ചു, ഓൺലൈൻ ബിസിനസ് പറ്റിച്ചു എന്നൊരു സ്കീം വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കുറേ പേര് ടെൻഷനായി. സോ ഇപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്തു ഇപ്പോൾ എന്തായാലും.
ആൻഡ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ ഉടനെ പുതിയ അക്കൗണ്ട് പിന്നെയും സെയിം ഫോണിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ബാൻ ആവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ലൈക്ക് 95% നിങ്ങളുടെ അക്കൗണ്ട് പോയിരിക്കും. ഞാൻ എൻ്റെ അക്കൗണ്ട് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 15 അക്കൗണ്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു അറ്റ് ലൈക്ക് വിത്തിൻ 3 to 4 days. 15 അക്കൗണ്ട്സ് അടിച്ചു പോയി. ഇങ്ങനെ ഫോളോവേഴ്സ് ഇങ്ങനെ കയറും, അപ്പോൾ തന്നെ അടിച്ചു പോകും. ബിക്കോസ് ബോട്ട് ആക്ടിവിറ്റി സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളയും. അപ്പോൾ നിങ്ങൾ സെയിം ഫോണിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയി പോയാൽ അല്ലെങ്കിൽ സസ്പെൻഡ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ സെയിം ഫോണിൽ അപ്പം തന്നെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ കാര്യമില്ല, സസ്പെൻഡ് ആകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ട് വാങ്ങുക. അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ അക്കൗണ്ട്, അതിപ്പം ഫോളോവേഴ്സ് ഒട്ടും ഇല്ലെങ്കിൽ പോലും പുതിയൊരു അക്കൗണ്ട് ഒരു 1 year മുന്നേ ഒക്കെ തുടങ്ങിയ ഒരു അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യണം. അതായത് ഞാൻ ചെയ്ത പോലെ, ഞാനിപ്പം എന്നെ ഒരു കുട്ടിയാണ് ഹെൽപ്പ് ചെയ്തത്. ഷീസ് ഇൻ +2 ഓർ സംതിങ്. അപ്പോൾ അവളുടെ അക്കൗണ്ട് ഞാൻ വാങ്ങിച്ചു. ലൈക്ക് ഇത്രയും അക്കൗണ്ട്സ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് യൂസ് ചെയ്യണമെന്ന്. സോ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഇതിന് മുന്നേ ഞാൻ IP അഡ്രസ്സിൻ്റെ ബാനിൻ്റെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ട് ഡിസേബിൾ ആയാൽ ഈ IP നമ്മുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ പുതിയ അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. പക്ഷേ എനിക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ എൻ്റെ മെയിൻ ഫോണിൽ ഒരു ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഇതിലാണ് ഫോട്ടോസ് വീഡിയോസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അധികം ഡാറ്റാസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, ഓപ്ഷൻ എടുക്കാം. അപ്പം നിങ്ങളുടെ IP അഡ്രസ്സ് ചേഞ്ച് ആവും. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ പോകില്ല. പക്ഷേ ഫാക്ടറി റീസെറ്റ് ഓപ്ഷൻ ഇല്ലാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ വേറെ ആളുടെ അക്കൗണ്ട് വാങ്ങുക ആൻഡ് അവിടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പേര് കൊടുക്കുക ആൻഡ് നിങ്ങൾ മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യുക. ആൻഡ് മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വോട്ടേഴ്സ് ID ആൻഡ് പാസ്പോർട്ടാണ്. ഇതിൽ പാൻ കാർഡ് പിന്നെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ പാസ്പോർട്ട് ഉള്ളവർ അത് വെച്ച് വെരിഫൈ ചെയ്യുക, അല്ലാത്തവർ വോട്ടേഴ്സ് ID വെച്ച് വെരിഫൈ ചെയ്യുക. ആൻഡ് ഇൻ കേസ് മെറ്റാ വെരിഫൈഡ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കൊടുത്ത സാധനം, അതായത് നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് തന്നെ ID അപ്ലോഡ് ചെയ്ത് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഇങ്ങനെയാണ് സെക്കൻഡ് റിക്കവറി ഓപ്ഷൻ. വേറെ ആളുടെ അക്കൗണ്ട് വാങ്ങിച്ച് മെറ്റാ വെരിഫൈ ബ്ലൂടിക്ക് വാങ്ങുക, ബിസിനസ് അടിപൊളിയായിട്ട് ചെയ്യുക. ഇതാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഓപ്ഷൻ. ആൻഡ് ആ അക്കൗണ്ട് അൽഹംദുലില്ലാ ഇപ്പോൾ പോകുന്നില്ല. സോ നമ്മൾ റൂഹ് എന്നുള്ള പേര് മാറ്റി റുഫ എന്നാക്കി. ബിക്കോസ് സെയിം നെയിം നമുക്ക് ഇടാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആൻഡ് ഞാനത് എൻ്റെ ഇത്താടെ ID വെച്ചിട്ട് വെരിഫൈ ചെയ്തു. നമ്മൾ രണ്ടുപേരാണ് ബിസിനസ് ചെയ്യുന്നത്. സോ ഇത്താടെ പേര് താഴെ കൊടുത്ത് ഇത്തായും ഞാനുമായിട്ടുള്ള DP ഇട്ടിട്ടാണ് നമ്മൾ അവളുടെ പാസ്പോർട്ട് വെച്ച് വെരിഫൈ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ബ്ലൂടിക്ക് എടുത്തത്. സോ നിങ്ങളും അങ്ങനെ ബ്ലൂടിക്ക് എടുക്കുക. അത്ര എനിക്ക് പറയുള്ളൂ. ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സസ്പെൻഡ് ആവാണ്ടിരിക്കാൻ നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ മെറ്റാ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് സംസാരിച്ച് അപ്പീൽ കൊടുത്ത് ഇതാക്കുക. എപ്പോഴും ലോഗിൻ ചെയ്ത് ഇതാക്കാണ്ടിരിക്കാം. ആൻഡ് ഡിസേബിൾ ആയ അക്കൗണ്ട്സ് സെയിം മെയിൽ ID ആൻഡ് സെയിം ഫോൺ നമ്പർ യൂസ് ചെയ്യാണ്ടിരിക്കുക. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ മെയിൽ ID നിങ്ങൾ ഉണ്ടാക്കണം, പുതിയ സിം എടുക്കണം. അങ്ങനെ കുറച്ച് ടാസ്ക്കൊക്കെ വരും ഇതിന്. ഞാൻ പുതിയ സിമ്മും പുതിയ മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അക്കൗണ്ട് പിന്നെയും തുടങ്ങിയത്. പക്ഷേ എൻ്റെ IP അഡ്രസ്സ് സെയിം ആയതുകൊണ്ടാണ് ഡിസേബിൾ ഓപ്ഷൻ വന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു 2 മാസത്തോളം ഉടനീളം ഇങ്ങനെയൊരു പ്രശ്നം ഇൻസ്റ്റയിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് ആൻഡ് ഇൻസ്റ്റ സസ്പെൻഡ് ആയ എല്ലാവർക്കും ഇൻസ്റ്റ തിരിച്ച് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.